ആദ്യമായിട്ട് എന്റെ കഴുത്തിലേറിയ മഞ്ഞച്ചരട ഇത്. താലിയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പുണ്യായിട്ട് കരുതി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്കതിനാവില്ല. ഏതെങ്കിലും കാണിക്കുവഞ്ചി കൊണ്ടിടാൻ അച്ഛൻ പറഞ്ഞു. പക്ഷെ കഴുത്തിൽ വീണ അന്ന് തന്നെ താലി മുറുകിയത് എന്റെ മനസ്സിലാണെന്ന് പാവം അച്ഛനറിയില്ല. ഇനി ഇതിപ്പോ ഈ കാണിക്ക വഞ്ചിയിലിട്ട പിന്നീട് ഒരിക്കലും എനിക്കിത് കാണാൻ പറ്റില്ല. ദേവി, നിന്റെ അനുവാദത്തോടെ ഞാൻ ഈ താലി ആ മരത്തിൽ കെട്ടിയിടാൻ പോവാ. ഒരുപക്ഷെ നാളെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാ എനിക്ക് ഓടി വന്നൊന്ന് കാണുകയെങ്കിലും ചെയ്യാലോ. അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ വയ്യാഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്യണേ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും സഹായിച്ച് കൂടെ നിൽക്കണം. ദേവി, രക്ഷിക്കണേ. അയ്യോ, സോറി. ഇറങ്ങിക്കോളൂ. എന്തെങ്കിലും പറ്റിയോ മോനെ? ഇല്ല, ഒന്നും പറ്റിയില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ഏതായാലും കെട്ടിയ പെണ്ണിന്റെ താലിഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. ദേവി സഹായിച്ചു. ഹലോ, സോറി. അരുത്. ഇപ്പൊ എന്ത് നടന്നോ അത് നടക്കേണ്ടതായിരുന്നു. സാക്ഷാൽ ജഗദീശ്വരുടെ നിശ്ചയം. നീയായിട്ട് തിരുത്താൻ നിൽക്കരുത്, ആപത്താ. ഇപ്പൊ നടന്നതും നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും പൂർവ്വ നിശ്ചയമാണെന്ന് കരുതരുത്. നീ വെറും ഉപകരണം മാത്രം. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ആ വിധിയെ തിരുത്തി എഴുതാൻ നോക്കുന്നത് അബദ്ധം, അനർത്ഥം. കണ്ടില്ലേ, തലനാരിഴയ്ക്ക ഒരാളുടെ ജീവൻ തിരികെ കൊടുത്തത്. നാളെ അവന് ഈ അവസരം കിട്ടണമെന്നില്ല. അമ്മേ,
ആദ്യമായിട്ടാ ഞാൻ എന്റെ അച്ഛനോട് ഒരു കള്ളം പറയണേ. നിവൃത്തിയില്ലഞ്ഞിട്ടാ അത്. ഈ താലി ഇങ്ങനെ കെട്ടിയിരിക്കണത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല അമ്മേ. വല്യുവിന്റെ ജീവന് ഈ താലി കാരണം ഒരാപത്തും ഉണ്ടാവരുത്. എനിക്കത് മാത്രം ഉള്ളില്. മാഡം എന്നോടിനി അങ്ങോട്ട് കയറരുതെന്നാ പറഞ്ഞിരിക്കണേ. അച്ഛൻ എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോവാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാ. ഓരോന്ന് ആലോചിക്കുമ്പോ തല പൊട്ടിപ്പൊളിഞ്ഞു പോവാ. എന്താ അമ്മേ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ? ഞാൻ ഇതിനു വേണ്ടി എന്ത് പാപമാ ചെയ്തത്? ഏയ് വേണ്ട, ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ, ബൈ. ആ കമല മാഡം. അടുത്ത മാസം 17-ന് റോയൽ മിനി ഇൻഡസ്ട്രീസിന്റെ ഉദ്ഘാടനം രാവിലെ 10:30. നോട്ട് ചെയ്തേക്ക്. ഓക്കെ മാഡം. ദാസേട്ടാ വരൂ. ഞാൻ കമലയെ വിട്ട് ദാസേട്ടനെ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. അല്ല, കല്യാണി അവിടെ കണ്ടില്ലല്ലോ. അവളോട് ഞാൻ തുണിയൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാ വന്നത്. വൈകിട്ട് ട്രെയിനുണ്ട്, അതിന് നാട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അക്കാര്യം മാഡത്തിനോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. നോ ദാസേട്ടാ, അവളെ നാട്ടിലേക്ക് അയക്കണ്ട. ഞാൻ എന്റെ തീരുമാനം മാറ്റി. കല്യാണി ഇവിടെ തന്നെ വേണം, ഈ തൃച്ചംബരത്ത്. വേണ്ട മാഡം, വേണ്ട. മാഡത്തിനോട് വിശ്വാസവഞ്ചന കാണിച്ച അവളോട് മാഡം പുറത്താലും ഞാൻ പൊറുക്കില്ല. അവള് കുറച്ച് നാൾ ഇവിടുന്ന് നാട്ടിൽ പോയി നിൽക്കട്ടെ. അവളും ചെറുത് പഠിക്കാനില്ല ഇനി. വേണ്ട ദാസേട്ടാ, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കല്യാണി എന്നോട് വിശ്വാസവഞ്ചനയൊന്നും കാണിച്ചിട്ടില്ല, അതാണ് സത്യം. എന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല. പറയാം. മറ്റുള്ളവരുടെ തെറ്റ് അവൾ സ്വയം ഏറ്റെടുക്കുക ചെയ്ത്. തെറ്റ് ചെയ്യാത്തവൾ എന്തിനാ നാട് വിട്ടു പോകുന്നേ? അവൾ ഇനി ഇവിടെ തന്നെ നിന്നാ മതി. പക്ഷേ ആരെ സംരക്ഷിക്കാനാ അവളെ കുറ്റം ഏറ്റെടുത്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനു വേണ്ടി? എല്ലാം അവനു വേണ്ടി തന്നെയാ, ആ റാസ്കൽ രാജീവിന് വേണ്ടി. എന്ന് പറഞ്ഞാ എനിക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഓ എന്റെ ദാസേട്ടാ, ജയന്തിയെയും രാജീവിനെയും രക്ഷിക്കാനാ ആ വിലാസിനെയും കല്യാണിയെ കുറ്റക്കാരിയാക്കിയത്. എന്റെ തോക്കിൻ മുനയിൽ നിന്നും അവരും 3 പേരും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി കല്യാണി ആ കുറ്റം സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ആനന്ദ് പറഞ്ഞപ്പോഴാ ഞാൻ അസത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. നോക്ക്, ഇനി എന്നെ അച്ഛാന്ന് വിളിക്കരുത്. എനിക്ക് തന്നെ കാണണ്ട. സ്ഥിരം ചെയ്യുന്നൊരു കലാപരിപാടി ഉണ്ടല്ലോ, അതുപോലെ എവിടെ ഇറങ്ങിപ്പോക്കോ. ഞാൻ വരില്ല അന്വേഷിക്കാൻ. അത്രയ്ക്ക് വെറുത്തുപോയി തന്നെയാണ്. നാശം പിടിച്ച ജന്മം. മറ്റുള്ളവരുടെ തെറ്റ് ഏറ്റെടുക്കണമെങ്കിൽ വലിയൊരു മനസ്സ് വേണം ദാസേട്ടാ. ദാസേട്ടന്റെ മോൾക്കതുണ്ട്. അവള് വെറും ഒരു പെൺകുട്ടിയല്ല, പുണ്യം ചെയ്ത ജന്മം. അവളൊരു ഐശ്വര്യമായിട്ട് തൃച്ചംബരത്തെ അടുക്കളയിൽ തന്നെ വേണം. ദാസേട്ടൻ പോയി കല്യാണിയോട് ജോലിക്ക് വന്നോളാൻ പറയും. ഇപ്പൊ തന്നെ ചെല്ല്.
രണ്ടുപേരും കട്ട സീരിയസ് ആണല്ലോ. ആനന്ദ് എന്താ കല്യാണിക്ക് വല്ല ഉപദേശം കൊടുക്കായിരുന്നോ? യു സീംസ് ഡാം സീരിയസ്. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ കല്യാണിയോട് വെറുതെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതാ. ഫ്രീ ആയിരിക്കുക. ജസ്റ്റ് എ മിനിറ്റ്, ഞാനിപ്പോ ഫ്രീ ആവും. ഹലോ ചേട്ടായി, ഒരിക്കലും ഔട്ടിങ്ങിന് വിളിച്ച സമയമില്ലല്ലോ അല്ലേ? ഇന്നിപ്പോ ലക്ഷണം കണ്ടിട്ടേ സന്ധ്യക്ക് നല്ല നിലാവുണ്ടെന്നാ തോന്നുന്നേ. നമുക്ക് കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കുന്നതിൽ വിരോധമുണ്ടോ? ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ഓ യെസ്, ഞാൻ റെഡി. വാ. ആനന്ദ്, ഏതൊരാളും കൊതിക്കും വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനൊപ്പം ഇങ്ങനെ കുറച്ച് നിമിഷം. ഇറ്റ്സ് എ ഹെവൻലി മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഇറ്റ്സ് ഡ്രീം കംസ് ട്രൂ. പ്രിയങ്ക നല്ല റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നല്ലോ. അല്പം കൂടി വെയിറ്റ് ചെയ്താ കവിത പാടാൻ തുടങ്ങോ? ആ, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. എന്താ, വേണോ? വൈ നോട്ട്? ശ്രമിക്ക, നമുക്ക് നോക്കാം. എന്ത് ഭംഗിയായില്ലേ? ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എക്സാക്ട്ലി, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. വെറും ബ്യൂട്ടിഫുൾ അല്ല, വാക്കുകൾക്കും അതീതമായ സൗന്ദര്യം. കറക്റ്റ്. ഇതിലിങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിലേക്ക് കുളിര് കോരിയിടുന്നൊരു ഫീലിംഗോ. നമ്മളും ഈ കാണുന്ന കാഴ്ചയുടെ പ്രപഞ്ചവും മാത്രം, ബാക്കിയെല്ലാം വെറും ഷൂ. സത്യം, ഉള്ളിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇതിങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന മനസ്സിന്റെ ഭാരം കുറയും. നിനക്കും അങ്ങനെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. ഈ ഫീലിംഗ് നമുക്ക് മാത്രമല്ല, ഉള്ളിൽ പ്രണയമുള്ള ഏതൊരാൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നമ്മൾ ഇനി നമ്മുടെ ജീവിതം പടുത്തുയർത്താൻ പോകുന്നത്. എന്താ, ശരിയല്ലേ? ഓ, അപ്പോൾ അത് ശരി. ഇത്രയും നേരം ഈ ലോഗോയിലെ കണ്ണുകളെ നോക്കിയാ ആനന്ദ് വർണ്ണിച്ചതല്ലേ? അതെ, എന്തു പറ്റി? ഒന്നുമില്ല.
രാജീവിനെ ജോലിന്ന് പിരിച്ചുവിട്ടില്ലേ? അവനിപ്പോ ഒരു വരുമാനവും ഇല്ല. ജയന്തിയെക്കുറിച്ച് ചേച്ചിക്ക് അറിയാലോ. വിശന്ന അവക്ക് ഭ്രാന്ത. എന്നെ വിളിച്ച് പട്ടിണിയാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞപ്പോ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഏതായാലും അവൾ എന്റെ ആങ്ങളയുടെ മോളല്ലേ ചേച്ചി. ആ പാവം പട്ടിണി കിടക്കുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അതാ കുറച്ച് അരിയും സാധനങ്ങളും കൊടുത്തയക്കാന്ന് വിചാരിച്ചത്. ഇതിനെ കൊടുത്തയക്കില്ലെന്നല്ല, മോഷണം എന്നാ പറയുന്നത്. അങ്ങനെ കൊടുത്തയക്കണമായിരുന്നെങ്കിൽ പകൽ സമയത്ത് എല്ലാരും കാണെ കൊടുത്തയക്കണമായിരുന്നു. അതെ, ഇളയമ്മയുടെ അനന്തരവൾക്കേ എന്തെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ ഈ രാത്രിയിലല്ല, നാളെ രാവിലെ കൊടുത്തയക്കണമായിരുന്നു. ഇപ്പമാരെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. കൊണ്ടുപോവാമാരെ. ഇതെല്ലാം എടുത്ത് അകത്ത് വയ്ക്കുക. ചേച്ചി, ചെയ്തതൊക്കെ തെറ്റാണെന്നറിയാം. ചേച്ചി എല്ലാം ക്ഷമിച്ച് രാജീവിന് ആ ജോലി തിരികെ കൊടുക്കണം പ്ലീസ്. ശരി, നാളെ രാജീവിനോട് ആനന്ദിനെ വന്ന് കണ്ടിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറയും. താങ്ക്സ് ചേച്ചി. കല്യാണി, ഈ സമയത്ത് നീ എങ്ങനെ ഇവിടെ വന്നു? അത് മാഡം ഗ്യാസ് ഓഫ് ചെയ്തെന്നൊരു സംശയം തോന്നി. അത് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാ. എന്തു പറ്റി കല്യാണി? ഇത്ര കെയർലെസ് ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, മനസ്സിലായോ? ഇനി ഉണ്ടാവില്ല മാഡം. ശരി, പൊയ്ക്കോ. ദേവി, ഇന്നലെ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു. വലിയൊന്നിന് ഒരാപത്തും വരത്തില്ലേ ദേവി. ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണേ. പ്രിയങ്കാമ്മയുടെയും വല്യുവിനുമായിട്ടുള്ള കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കണേ. കാത്തോളണേ ദേവി. ആന്റി, ആന്റി ആനന്ദിന്റെ പേരിൽ പൂജ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമില്ല. ദേ, ഇത് നോക്കിയേ. ഹലോ ബെറ്റി, കം ഹിയർ. സർ.
സർ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തു പറ്റി സർ? ഈ ലോഗോ ഡിസൈൻ ഒന്ന് സ്ഥാനം മാറി ഇരുന്നാ പോലും എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാലോ. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈൻ മാറ്റി പുതിയൊരു ഡിസൈൻ വയ്ക്കാന്ന് വെച്ചാ ആരാ ചെയ്തത്? ആരാണെന്ന്? ശരിയാണല്ലോ, ആ ലോഗോയിലെ കണ്ണുകൾ മാറിയിട്ടുണ്ട് സർ. ഞാനിത് ഇപ്പോഴാ കാണുന്നത്. രാവിലെ ചില ഫയലുകൾ എടുക്കാൻ വന്നപ്പോ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ല? നോൺസെൻസ്. പിന്നെ എന്താ നിനക്കിവിടെ പണി? എന്റെ ക്യാബിനിൽ കയറി ഈ തോന്നിവാസം കാണിച്ചത് ആരാണെന്ന് എനിക്ക് അറിയണം. ഇപ്പൊ ഈ സെക്കൻഡിൽ. ആനന്ദ്, പ്ലീസ് കൂൾ ഡൗൺ. ആ ലോഗോ മാറ്റിയത് ഞാനാ. ഇപ്പൊ ഈ കാണുന്ന ലോഗോയിലുള്ളത് എന്റെ കണ്ണുകളാ. ഞാൻ റീപ്ലേസ് ചെയ്ത കണ്ണുകൾ. ഓ മൈ ഗോഡ്. ബെറ്റി പോ. സർ. നേരത്തെ ഇതിലിരുന്ന ലോഗോ നീ എവിടെ വെച്ചു? പ്രിയങ്ക, അമ്മ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഈ കണ്ണുകളോടാണ്. ഞാൻ സൂചിപ്പിച്ചത് തന്നെ നിനക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത്? യു വാണ്ട് ടു ഹർട്ട് മീ? നോ, നെവർ. ആ ലോഗോ ഡിസൈനിൽ എന്റെ കണ്ണുകൾ കാണുമ്പോ ആനന്ദ് ഒരുപാട് സന്തോഷിക്കുന്നു കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്റെ അറിവിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി ഓരോരുത്തർ എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയോ? ഇവിടെ ഈ ലോഗോ ഒന്ന് മാറ്റിയപ്പോ തന്നെ. പ്രിയങ്ക, സ്റ്റോപ്പ് ഇറ്റ്. സീ, നീ അമ്മയുടെ സെലക്ഷൻ ആയതുകൊണ്ടാ ഇത് ഞാനങ്ങ് ക്ഷമിക്കുന്നത്. ഇനിയും ഇങ്ങനെ നിന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. ദിസ് ഇസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. യെസ്, ഐ എം എക്സ്ട്രീംലി സോറി ആണ്. ഇനി എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. ഐ എം സോറി. ഓക്കെ? ഇപ്പൊ വലിച്ചെറിഞ്ഞ എന്റെ കണ്ണുകളുള്ള ലോഗോ ഇവിടെ ഈ ടേബിളിൽ ഞാൻ വയ്പ്പിച്ചിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് പ്രിയങ്ക എന്നല്ല. കൊള്ളാം. കല്യാണി ഇനി മുതൽ പാചകക്കാരിയുടെ പണി ചെയ്യണ്ട, ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇരുന്നാ മതിയെന്ന് അഖിലാണ്ടേശ്വരി പറഞ്ഞത് എന്നേക്കാൾ ടെൻഷൻ ആക്കിയത് ഇവളെയാണെന്ന് തോന്നുന്നല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ പണ്ട് നന്ദനയായിട്ട് ചെയ്തതുപോലെ ഇവളുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കുന്നതാ നമുക്ക് ലാഭം. ആദ്യം ഒരല്പം താഴ്ന്നു കൊടുത്ത് വഴങ്ങേണ്ടി വരും. സാരമില്ല,
ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതൊരു ശത്രുവിനോടും ഒരു സഖ്യം ഉണ്ടാക്കുന്നതാണ് മുന്നോട്ട് പോകാൻ നല്ലത്. ഇപ്പൊ തന്നെ ചെന്ന് കൈകൊടുത്ത് കളയാം. പ്രിയങ്കേ, എന്താ ഇവിടെ വന്നിങ്ങനെ നടക്കുന്നത്? മനസ്സ് അസ്വസ്ഥമാണെന്ന് തോന്നുന്നല്ലോ. എന്താ വല്ല പ്രശ്നമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. ഒരാൾക്ക് എളുപ്പത്തിൽ അഭിനയിക്കാൻ പറ്റുന്നത് വാക്കുകൾ കൊണ്ടാണല്ലോ. വാക്കുകളിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ മുഖത്തറിയാം പ്രിയങ്കയുടെ മനസ്സിന്റെ അങ്കലാപ്പ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നും എനിക്കറിയാം. പറയട്ടെ. കല്യാണി. ആ വൃത്തികെട്ടവളല്ലേ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ ഈ നടത്തയ്ക്ക് കാരണം? അതെ, അവൾ ഇനി മുതൽ തൃച്ചംബരത്തെ അടുക്കളക്കാരിയല്ല, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡറാ. ഞാൻ എന്തുദ്ദേശിച്ചോ അതിന് നേരെ വിപരീതം. ഒരു കല്ലെടുത്ത് തലക്കെറിഞ്ഞപ്പോ അഖിലാന്റി അതിനെ പൂവാക്കി അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു. യെസ്, കറക്റ്റ്. ഈ തറവാട്ടിലേക്ക് മരുമകളായി വരാൻ പോകുന്ന നിനക്ക് മാത്രമല്ല, കഴിഞ്ഞ 22 വർഷങ്ങളായി ഇവിടെ മരുമകളായി തുടരുന്ന എനിക്കും ടെൻഷൻ ഉണ്ടാക്കുന്നത് അവള് തന്നെയാ, കല്യാണി. അവൾ ഇവിടെ കാലുകുത്തിയ അന്നു മുതൽ അവളെ ഓടിക്കാൻ ശ്രമിക്കുക ഞാൻ. പക്ഷെ ഒരു ഒഴിയ ബാധ പോലെ എല്ലാം അവൾ എനിക്ക് തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുക. അവൾക്ക് സമയം നല്ലതാന്നാ തോന്നുന്നത്. അതാ അവൾ എല്ലാത്തിൽ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നെ. നീ പറഞ്ഞത് സത്യ. വീഴ്ത്താൻ കല്ലെറിഞ്ഞ അത് പൂവായിട്ടാ കാൽക്കൽ വീഴുന്നത്. ഇനി അത് പറ്റില്ല. അവളുടെ സമയം നല്ലതെന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ അഴിച്ചുവിട്ടാ അവസാനം നമ്മൾ ഓരോരുത്തരും ഈ കുടുംബത്തിൽ നിന്ന് പുറത്തായിന്ന് വരും. അതാ എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. മോൾക്ക് സമ്മതമാണെങ്കിൽ ആ ടെൻഷൻ ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാ. ഇത്രയും നാളും അവളെ പുറത്താക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചു. ഇനി നീയും കൂടെ കൂടിയാ നമുക്ക് ഒരുമിച്ച് അവളെ ഈ തൃച്ചംബരത്തുനിന്ന് പുറത്താക്കി ചാണകവെള്ളം തളിക്കാം. എന്ത് പറയുന്നു? ഞാൻ റെഡി ആന്റി. എനിക്ക് എങ്ങനെയും അവളെ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിന്ന് വരും. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റ്. എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിച്ചേ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ലോഗോ കണ്ണുകളെ ആനന്ദിന് ഒരുപാട് ഇഷ്ടമാണ്. അതിനൊരു മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ആനന്ദ് പറയാറ്. അമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം ആ കണ്ണുകളോടാണെന്ന് ആനന്ദ് പറയാറ്. അത് ആരുടെ കണ്ണുകളാണെന്ന് അറിയോ ആന്റിക്ക്? അറിയല്ലോ, കല്യാണിയുടേതല്ലേ. ആ ലോഗോ ഡിസൈനിലെ കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് ആന്റിക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അറിയാം. പക്ഷേ അറിഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല. കല്യാണിയുടെ കല്യാണ ദിവസാ ഞാനത് അറിയുന്നത്. നിന്നെപ്പോലെ അന്ന് ഞാനും ഒരുപാട് ടെൻഷൻ അടിച്ചതാ. ഇത് വേറെ ആർക്കെങ്കിലും? പേടിക്കണ്ട, വേറെ ആർക്കും അറിയില്ല. ആ ലോഗോ ഡിസൈൻ ചെയ്ത രാജീവും അന്ന് അറിയുന്നത് അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന്. രാജീവ് അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആനന്ദിനോട് പറയാനിരുന്നതാ. ഞാനാ അത് വെട്ടിയത്. അത് നന്നായി ആന്റി. താങ്ക് യു സോ മച്ച്. ലോഗോ ഡിസൈനിലെ കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് അറിഞ്ഞ ആനന്ദ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ആനന്ദ് അത്രത്തോളം ആ കണ്ണുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആനന്ദ് ആ സത്യം അറിയുന്നതിന് മുൻപേ അവളെ ഇവിടുന്ന് എന്നേക്കുമായി തുരത്തണം.